ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും നീതിയിലവൻ വാഴും. ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ ലോകങ്ങൾ അവസാനിക്കും, വനവുമില്ലാതാ. ആ ലോകങ്ങൾ അവസാനിക്കും, വനവും ഇല്ലാതാ. ആ ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യന. ആ ദൈവവാക്കു പ്രമാണിക്കും. ഒഴിയുവാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. ഒഴിയുവാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കേൾക്കുക നാം ഇവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാമോ? ദൈവതിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവഗീതത്താൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 8ാം പകൽ 8ാം രാത്രിയിൽ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ച ബഹുമാന്യ കർത്താവരിദാസനോട് വേദിയിലെ കർത്തദാസൻ, ക്രിസ്തുവിൽ പ്രിയരായ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വന്ദനം അറിയിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ദൈവം നമ്മെ നടത്തുകയും സമയാസമയത്ത് നമുക്ക് വേണ്ട ആലോചനകൾ നൽകി കർത്താവ് നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ശാരീരികമായ അസ്വസ്ഥയുടെ ഒക്കെ നടുവിലും പകലിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയാൽ ബലത്തോടെ കർത്താവ് എന്നെ നിർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തുടർന്നും സംസാരിക്കേണ്ടതിന് വളരെയധികം ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ നിയോഗത്തിൽ ആലയത്തിൽ ആഗതരായ നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം മുഖവര കൂടാതെ പ്രവേശിക്കുന്നു. ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു വളരെ പരിചയമുള്ള വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3:6 രണ്ടാമത് ഒരിക്കൽ കൂടി വായിക്കുന്നു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ് നമുക്ക് ഉള്ളത്, എന്താണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന തലക്കെട്ടോടുകൂടി സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും നിങ്ങളോട് ബാലപാഠങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് നന്നായി എനിക്ക് ബോധ്യമുണ്ട്. ഇന്നലകളിൽ പ്രാർത്ഥനകൾ ഇന്നത്തെ വിടുതലായി വെളിപ്പെട്ടു വരും. ഇന്നത്തെ പ്രാർത്ഥനകൾ നാളത്തെ അത്ഭുതങ്ങളായി സംഭവിക്കാം. ഒരു വളരെ സംഭവപരമായ ഒരു കഥ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ദൈവത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ട ശക്തനായിരുന്നൊരു പോരാളിയായിരുന്നു, ധേരാളിയായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. തന്നെ ചെറുപ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നടക്കാൻ തുടങ്ങുന്ന പക്വമായി തുടങ്ങിയ ആ പ്രായത്തിൽ ആ കുഞ്ഞിനെ മടിയിൽ അമ്മ ഇരുത്തി പ്രാർത്ഥിക്കുക പതിവാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മടിയിലെത്തി പ്രാർത്ഥിക്കുക പതിവാണ്. എങ്കിലും വ്യത്യസ്തമായൊരു പ്രാർത്ഥന. ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് മാതാവ് കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആമെ പരിചയം തുടങ്ങിയ പാകമായി തുടങ്ങിയ കുട്ടി തല ഉയർത്തി ചോദിക്കും, മമ്മി എന്തിനാണ് എൻ്റെ തലയിലേക്ക് കണ്ണുനീർ വീഴ്ത്തി പ്രാർത്ഥിക്കുന്നത്? മമ്മിയുടെ ദ്വയാർത്ഥമുള്ള, മമ്മിയുടെ വെളിപ്പാടുള്ള, മമ്മിയുടെ ദീർഘവീക്ഷണമുള്ള, ദർശനമുള്ള ഒരു പ്രാർത്ഥന. ഇങ്ങനെ മമ്മി പറഞ്ഞു, മോനെ നിന്റെ തലയോട്ടിക്ക് ഖനം ഇല്ല, തലച്ചോറിന് കട്ടിയില്ല. വാസ്തവത്തിൽ കുഞ്ഞിൻ്റെ തലയോട്ടിക്കോ തലച്ചോറിനോ കനക്കുറവോ ബലഹീനത ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പ്രാർത്ഥന ഒരു വെളിപ്പാടിലാകയാൽ കുഞ്ഞിനോട് അതങ്ങനെ പറഞ്ഞു. നാളുകൾ കഴിഞ്ഞ് കുഞ്ഞ് വളർന്നു തുടങ്ങി. ദൈവ വേലയ്ക്ക് വേണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അയക്കപ്പെട്ടു. നരഭോജികളായ അനേകരെ നരസ്നേഹികളാക്കി ദൈവസ്നേഹികളാക്കി മാറ്റിയതിൻ്റെ കോപാകുലരായ ശേഷിച്ച വ്യക്തികൾ തന്നെ ഒരു കാട്ടുവള്ളികൾ കൊണ്ട്
കൈകാൽ ചേർത്ത് ഒരു മരത്തിൽ ചേർത്ത് കെട്ടി നിർത്തിയിട്ട് കുന്തം രാഗി മിനുക്കി തലയിലേക്ക് പാഞ്ഞു വിട്ട് തലച്ചോറ് വാരി വലിച്ച് കഴിക്കാൻ കൊതി പൂണ്ട് കുന്തം ചാണ്ടുമ്പോൾ, കുന്തം എറിയാൻ തുടങ്ങിയവർ മരത്തിൻ്റെ ശിഖരങ്ങൾ കാറ്റടിച്ച് ഉലയുന്നത് പോലെ ഇവർ ആടി ഉലഞ്ഞിട്ട് അവനെ നോക്കി പറഞ്ഞു, നിന്റെ തല ഉരുക്കു പോലെ തോന്നുന്നു. കണ്ടോ തല ഉരുക്കു പോലെ തോന്നുന്നു. നാളുകൾക്ക് മുൻപ് തലയിലേക്ക്, കഥയല്ലിത്, നാളുകൾക്ക് മുൻപ് തലമുറയുടെ തലയിലേക്ക് കണ്ണുനീർ വീഴ്ത്തി പ്രാർത്ഥിച്ച മമ്മി പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്റെ തലയോട്ടിക്ക് കട്ടി ഇല്ല, തലച്ചോറിന് ഖനമില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കണ്ണുനീര് തലയെ കരുത്തുള്ളതാക്കി മാറ്റിയെങ്കിൽ ഇന്നലകളിൽ ചൊരിഞ്ഞ കണ്ണുനീറുകൾ ഇന്നത്തെ ഉത്തരങ്ങളായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളണം, നമ്മുടെ കണ്ണുനീർ വീട് ഫ്ലോറിലല്ല, നമ്മുടെ കണ്ണുനീർ വീട് മാറ്റിലല്ല, നമ്മുടെ കണ്ണുനീർ വീട് ഡ്രസ്സിലുമല്ല. പിന്നെ ഇവിടെ വചനം പറയുന്നു, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമാണ്. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ചാടി എഴുന്നേക്കുമെങ്കിൽ ദൈവത്തെ പറ്റി പറയുന്നൊരു ഭാഷ, നമ്മെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. ഹല്ലേലൂയ. നമ്മെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, നമ്മെ കാക്കുന്നവൻ ഉറങ്ങുന്നില്ല. യഹോവ നമ്മുടെ പരിപാലകനാണ്. ഏതിൻ്റെ പരിപാലകൻ? പ്രാണനെ കാക്കുന്ന പരിപാലകൻ, ആയുസ്സോടെ നിർത്തുന്നൊരു പരിപാലകൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നു രാത്രിയിൽ ഇവിടെ ഉണ്ട്? കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിനകത്ത് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള വ്യവസ്ഥകളെ പോലെ മറ്റൊന്നിനും അധികമായി കാണാൻ കഴിയുന്നില്ല. മറ്റൊന്നിനും ഇല്ല എന്നല്ല. ഉപവാസത്തിനുള്ള വ്യവസ്ഥകൾ, പ്രാർത്ഥനയ്ക്കുള്ള വ്യവസ്ഥകൾ, വാഗ്ദത്തങ്ങൾ കരസ്ഥമാക്കാനുള്ള വ്യവസ്ഥകൾ ധാരാളം വേദപുസ്തകത്തിനകത്തുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ കയറി വരിക, ഞാൻ നിനക്ക് കൽപ്പലകൾ പ്രമാണവും തരും. എനിക്കൊരു ചോദ്യം, ഭൂമണ്ഡലങ്ങളെ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ദൈവത്തിന് 5-10 കൽപ്പന കൊടുക്കാൻ 40 ഡേയ്സ് വേണോ? നിങ്ങളുടെ വിഷയത്തിന് 8 ദിനം വേണോ? നിങ്ങളുടെ ഉപവാസത്തിന് 15 വേണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് 21 ഡേയ്സിന്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? തരുന്നതിന് മുൻപ് നിങ്ങളോട് ദൈവത്തിന് അഭിമുഖമായി സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ കാര്യമാണ്! പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 31:18. ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകൾ 2 അവൻ്റെ പക്കൽ കൊടുത്തു. എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇങ്ങനൊരു വെളിപ്പാട് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ അടിവരയിട്ടോ, നിങ്ങൾ ഉറപ്പോടെ നിന്നോ, പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുന്നു. നിങ്ങൾ എന്താ ആമേൻ പറയാത്തത്? ഇതിന് അടകമന രഗതൽക്കമനയ ഹംദൽക്കമനയ. നിങ്ങളെ വിളിച്ചു വരുത്തിയത്, നിങ്ങളെ വിളിച്ചു ക്ഷണിച്ചത് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിന് നിയോഗത്തിൽ പറയുന്നു, നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കരത്തിൽ തരാൻ പോകുക. നിങ്ങളുടെ കരത്തിൽ തരുമെന്നൊക്കെ പറയുമ്പോൾ ഈ ശബ്ദം കേട്ട് നിലമ്പാട് വീണ് കരയേണ്ടവരാണ് നമ്മൾ. എന്താണ്? കൊലപാതകയല്ല അഹരോൻ, പക്ഷെ എന്നിട്ടും പൊട്ടിച്ചു കളഞ്ഞ കൊലപാതകയായ മോശയുടെ പക്കൽ ഇത് കൊടുക്കാൻ തോന്നിയെങ്കിൽ നമുക്ക് പറയാം, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഇത് ലഭ്യമായതെന്ന്. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് തന്നതെന്ന് പറയാൻ ഉള്ളവരല്ലേ നാം എല്ലാവരും? പറ, ഞങ്ങളാകുന്നത് കൃപയാലാണ്. ആമേൻ, ആമേൻ. POC
ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്: ദൈവം അവനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം, ദൈവം അവനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഒരു കാര്യം എനിക്കറിയാം, ധൃതി വെക്കാതെ വേഗത കൂട്ടാതെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് പ്രത്യേകമായി എന്തൊക്കെയോ പദ്ധതിയുണ്ട് എന്ന ബോധത്തോടുകൂടി ഇരുന്നു കൊടുക്കാൻ തയ്യാറായ വ്യക്തി ഇറങ്ങിപ്പോയത് ഘനമുള്ള ചിലതുമായിട്ടാണെങ്കിൽ, ദൈവത്തിന്റെ കയ്യൊപ്പുമായിട്ടാണെങ്കിൽ, ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ട ചിലത് കയ്യിൽ ലഭിച്ചാണെങ്കിൽ, ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു: ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ദൈവത്തിന്റെ ചില കയ്യൊപ്പുമായിട്ടാണ്. അടയ മനയ അത്തൽക്കന് ഞാൻ എന്തെങ്കിലും പറയുകയല്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്തിനു വേണ്ടിയാണോ ക്ഷണിച്ചത്, എന്തിനു വേണ്ടിയാണോ കയറി വന്നത്, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ നിങ്ങളോട് സ്നേഹ പുരസര ബഹുമാനാർത്ഥം ഒരു ചോദ്യം: ആലയത്തിനകത്ത് നിങ്ങൾ വന്നതെന്തിന്? ഈ ഉപവാസ പ്രാർത്ഥനയുടെ എട്ടന്റെ സഹോദര സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, ബോധമുള്ള ഏവരുമേ, ഈ ആലയത്തിനകത്ത് നിങ്ങൾ വന്നത് ഒരു സന്ദേശം കേൾക്കാനാണെങ്കിൽ എല്ലാവർക്കും അത് അത്ര ശ്രേഷ്ഠമായി തോന്നണമെന്നില്ല. ആരാധിക്കാൻ വേണ്ടിയാണോ അത് ചെയ്തു കൊള്ളുക. എന്ന ആലയത്തിനകത്തുള്ള ഒരു ആത്മ സാന്നിധ്യത്താൽ വെളിപ്പെട്ടു വരുന്ന ചില അത്ഭുതങ്ങളുമായി മടങ്ങിപ്പോകാൻ ഇന്നു രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയാൻ. ഞാൻ ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാം രാത്രി ദൈവം ചില എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഞാൻ നിങ്ങളോട് പറയാം, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൈവ ആലോചനയ്ക്ക് നാം വിധേയപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും അതിന് ആമേൻ എന്ന ഒരു സൈൻ ചെയ്യാതെ വാഗ്ദത്തങ്ങൾ മാറി കിട്ടുകയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതുകൊണ്ട് വാ തുറന്ന് ആമേൻ പറയണമെന്നില്ല. ഹൃദയം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അത് പറഞ്ഞുകൊള്ളുക. ഒരിക്കൽ യഹോവയായ ദൈവം ദൂതനെ അയച്ച് യേശു കർത്താവിന്റെ ജനനത്തോട് ബന്ധത്തിൽ മറിയോട് ആലോചന പറയുമ്പോൾ മറിയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇതെങ്ങനെ സംഭവിക്കും? ചോദ്യം 1, അവ ഉത്തരം 3. വേണമെങ്കിൽ പറഞ്ഞാൽ മതി: കുഞ്ഞേ, അത് സംഭവിക്കും, അത് വിശ്വസിക്കും, അത് നടക്കും, ഞാനല്ലയോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചോദ്യം 1 ഉത്തരം 3. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, വിശുദ്ധ പ്രജ എന്ന പേരാകും. കേട്ടോ, സംശയമുള്ള വിഷയത്തിനകത്ത് പേര് പോലും സെലക്ട് ചെയ്തിട്ടാണ് ദൂതൻ അവിടെ വിട്ടുമാറിയെങ്കിൽ, ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു: ഹടയ മനയ ആലോചനകൾ നിങ്ങൾക്കുണ്ട്, അരുളപ്പാടുകൾ നിങ്ങൾക്കുണ്ട്. അതെങ്ങനെ നടക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഈ പ്രാർത്ഥന ചിലതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തുന്ന, ഈ പ്രാർത്ഥന ചില കൃത്യത വരുത്തുന്ന, ഈ പ്രാർത്ഥന ചില വ്യക്തത വരുത്തുന്ന ഒരു പ്രാർത്ഥനയായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ, ആമേൻ. ഞാൻ മറ്റൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ ഈ പുൽപ്പിറ്റിൽ വന്ന് കയറിയതെങ്കിലും ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം പറയാൻ പൊടുന്നനവേ എനിക്കൊരു വെളിപ്പാട് കിട്ടുകയാണ്. എന്തെങ്കിലും പറയല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറിയോട് ദൂതൻ പറയുന്നത്: അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കണ്ടോ ഉടയ മനയ അത്തൽ കമന വൈഡബൽ കമനഗസിയ. ബോഡിയിൽ വെളിപ്പെട്ടു വരേണ്ട വിടുതലിനകത്ത് ബോഡിയിൽ തന്നെ ക്രിയ ചെയ്യുന്നത് പോലെ ഏതിൽ എന്തിൽ എവിടെ ഒരത്ഭുതം നടക്കണമോ അവിടെ തന്നെ അത്ഭുതത്തിന്റെ ആരംഭം കുറിക്കുമെന്ന് ദൈവാത്മാവ് വിടുകയാണ്. ഈ വാക്ക് കേട്ട മറിയ പറയുന്ന വാക്ക് ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് ശ്രദ്ധേയം, നിങ്ങൾ മനസ്സിൽ അടിവരയിടണം. ദൂതൻ അവളെ വിട്ടുപോയി. ഞാനിങ്ങനെ ഒരാശം ചേർക്കുകയാണ്. ദൈവം പറഞ്ഞു കാണും ദൂതനോട്: നീ ദൂതു പറഞ്ഞിട്ട് പോരണ്ട,
ദൂത് കേട്ടവളുടെ പ്രതികരണം എനിക്കറിയണം. അടഗമന ജഗനയ ഹംദരാജാന വൈഡവൽക്കമനയ. ഈ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി ആത്മാവിനോട് പറയുന്നു, ദൂത് കേട്ടിട്ട് മടങ്ങിപ്പോകുകയല്ല. ദൂത് കേട്ട ജനത്തിന്റെ പ്രതികരണമാണ് അത്ഭുതങ്ങളുടെ ആരംഭം കുറിക്കുന്നത്. വൈഡവൽക്കന. ഈ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. ദൈവം ചില പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടാണ് അതിന് പ്രോഗ്രാം തയ്യാറാക്കിയ അനന്തരമാണ് ദൂതുമായി മറിയുടെ അടുക്കൽ പറഞ്ഞു വിട്ടതെങ്കിൽ ഈ സഭ ഒരു ദൂത് കേട്ടോ. ദൈവം സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ചില പദ്ധതികൾ ഒരുക്കി വച്ചിട്ടാണ് ഈ പ്രാർത്ഥന നടത്താൻ ഒരു നിയോഗം. ദൈവാത്മ അങ്ങനെ ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കാൻ ആഹ്വാനം നൽകിയതെങ്കിൽ എത്ര പേര് അത് ഞങ്ങൾക്കായി വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിൽ കാണുന്നു. ഒരു മേഘത്തിനകത്ത് കയറുന്നത് പോലെ, ഒരു സാന്നിധ്യത്തിനകത്ത് കയറുന്നത് പോലെ, ഒരു ദൈവത്തിന്റെ അന്തരീക്ഷത്തിൽ കയറുന്നത് പോലെ ശമനഗതരാധനയ. എന്നോട് ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നൊരു വെളിപ്പാട്, ഞാൻ കാണുന്നൊരു വെളിപ്പാട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തിരുന്നോ? ഈ പ്രാർത്ഥന ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട്, എന്തൊക്കെയോ സെറ്റിൽ ചെയ്തിട്ട്, എന്തൊക്കെയോ പ്രോഗ്രാം തയ്യാറാക്കിയ അനന്തരമാണ് ഈ പ്രാർത്ഥന വെപ്പിച്ചതെന്ന് ദൈവാത്മാവനോട് ഇടപെടുന്നു. വീണ്ടും മുൻപ് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരുന്നു. അവന് കൊടുക്കാനുള്ള കൽപ്പനകൾ, കൊടുക്കാനുള്ള പ്രമാണങ്ങൾ എഴുതാൻ ദൈവത്തിന്റെ വിരലുകൾ പ്ലാൻ ചെയ്ത അനന്തരമാണ് അവനെ വിളിച്ചു കയറ്റിയതെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു? വെറും കൈയായി കയറി വന്നവൻ ഇറങ്ങിപ്പോയത് ഒരു കനമുള്ള എഴുത്തുമായിട്ടാണെങ്കിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ആ വിഷയത്തിന് മേൽ ദൈവത്തിന് സൈൻ ഒന്ന് വീഴണം? ഉടയ മനയ രഗതന ഹംദരാജാൻ ആ വിഷയത്തിന് മേൽ ഒരൊപ്പ് വെളിപ്പെട്ടു വരണം. ഉടയ മന ജഗനക സത്യൽക്കമനയ ആ വിഷയത്തിന് മേൽ കാര്യങ്ങൾ സാധ്യമാക്കണം. അടയ മനയ രഗൽക്കമനയ ആ വിഷയത്തിന് മേൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ. ശുരാബാല ഹത്തനാദിയാലയ വൈഡൽ മനാരിക സത്യൽക്കമനയ. ആമേൻ. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം തുടരുന്നിങ്ങനെയാണ്: ഒരിക്കൽ 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും പ്രാർത്ഥന സമയം, ശ്രദ്ധിച്ചോ, പ്രാർത്ഥന സമയത്ത് ആലയത്തിലേക്ക് പോയി. പ്രാർത്ഥനാ സമയം. ജുഡി ഹൽബാര താൻമനാ ദുയ അർബി ഹൽബി സേദിൽ കരാത്തു. ശ്രദ്ധിച്ചോ, പ്രാർത്ഥന സ്ഥലം എന്നല്ല, പ്രാർത്ഥനാ സമയം. ഏതിനും എന്തിനുമുള്ള സമയം മാറ്റിവെച്ചാലും പ്രാർത്ഥനയ്ക്കുള്ള സമയം മാറ്റരുത്. റബി അൽബി ഹഥുനി ജഡാമേ സേദിൽ കരാത്തോടു. കഴിക്കാൻ മറന്നുപോയാലും കുടിപ്പാൻ മറന്നുപോയാലും പ്രാർത്ഥനയ്ക്കുള്ള സമയം അവർ മാറ്റിയില്ല. ദൈവാത്മതേ ദൂത് വരുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയം മാറ്റിവെക്കാതെ പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തിയാൽ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ പ്രസംഗത്തെക്കാൾ കൊതിയാണ് പ്രാർത്ഥന, പ്രസംഗത്തേക്കാൾ കൊതിയാണ് ഈ ആരാധന. പ്രസംഗത്താൽ കൊതിയാണ് അന്യഭാഷയിൽ മണിക്കൂറുകൾ ദൈവമായി സംസാരിക്കുന്നത്. നിങ്ങളും അങ്ങനെ കൊതിയുള്ളവരാണ് എന്നെനിക്കറിയാം. ന്യായമായൊരു ചോദ്യം, പ്രാർത്ഥിക്കേണ്ട സമയം എങ്ങനെ
ക്ലിപ്തമായ ഒരു ഉപദേശമില്ലെങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നു ഇങ്ങനെ ഓർഡർ: വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്ക് ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. 55 സങ്കീർത്തനം അതിന്റെ 17 വാക്യം വായിച്ചേ. 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. കരയുന്നത് എന്തുകൊണ്ട്? കരഞ്ഞാൽ വെളിപ്പെട്ടു വരുന്ന മറുപടി എന്ത്? 59:2. 57:2. 56:2. മറ്റു ഭാഗമുണ്ട്: സർവ്വതും നിർവഹിക്കുന്ന യഹോവയെ തന്നെ എന്നൊരു വാക്യമുണ്ട്. ഞാൻ എത്ര വാക്യമാ? 57:2. അത്യുന്നതനായ ദൈവത്തെ. അടുത്ത വാക്യം: എനിക്ക് വേണ്ടി സകലവും, എനിക്ക് വേണ്ടി സകലം, എനിക്ക് വേണ്ടി അല്പം, എനിക്ക് വേണ്ടി സർവ്വതും നിർവഹിക്കുന്ന യഹോവയെ തന്നെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8 രാത്രി സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഭാഗം എങ്ങനെയാണ്? വൈകുന്നേരത്തും ഉച്ചയ്ക്കും രാവിലെയും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. കരയാനൊരിടമുണ്ട്, പറയാനൊരിടമുണ്ട്, കേൾക്കാൻ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ന്യായമായൊരു ചോദ്യം: പ്രാർത്ഥിക്കേണ്ട സമയത്തിന്റെ ദൈർഘ്യം എത്ര? ബൈബിളിൽ ഉപദേശം പറയുന്നില്ലെങ്കിലും ഒരു ഉപദേശമല്ല, ഒരു ഭാഗം പറയാം. എത്ര നേരം പ്രാർത്ഥിക്കണം കുറഞ്ഞത് എന്നൊരു വ്യവസ്ഥ ബൈബിളിൽ ഇല്ലെങ്കിലും യേശു പഠിപ്പിച്ച, യേശു പറഞ്ഞ ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം: എന്നോട് കൂടെ ഒരു നാഴിക ഉണർന്ന്. അടുത്ത വാക്യം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വിത്ത് മീ 1 hour. അമ്മയും പറഞ്ഞേ. ശീലം വരട്ടെ അങ്ങോട്ട്. എന്താ പാട് 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ? വിത്ത് മീ 1 hour. ഈ പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോ, ആലോചന കേൾക്കാൻ വിളിക്കുമ്പോ, ദൈവം എന്നെ കൈവിട്ടു പാസ്റ്ററെ, ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ ഇരുന്ന മണിക്കൂർ അത്ര? അവര് പറയും പക്ഷെ 5-6 മിനിറ്റ്. ഉടാരമാന ഹത്തരാദികൾക്കമന അന്തൽക്കബലി വൈഡി വികസി അത്തൽക്കമാന. ദൈവമായിട്ടു പോലും അത്ഭുതം നടക്കാൻ കല്ലറയുടെ മുൻപിൽ യേശു പ്രാർത്ഥിച്ചെങ്കിൽ കാറ്റ് അടങ്ങ്, കടലേ ശാന്തമാക എന്ന് വാക്ക് പറഞ്ഞപ്പോ കാറ്റും കടലിനെയും അടക്കിയ ദൈവം 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥനയെ പറ്റി ഒരു പ്രബന്ധം ഇവിടെ പറയുകയല്ല, പ്രാർത്ഥനയെ പറ്റി ബൈബിൾ ക്ലാസ് എടുക്കുകയില്ല. ഇത് പറയാൻ അല്പം ധൈര്യം എനിക്കുണ്ട്, കേൾക്കാനും നിങ്ങൾക്കുണ്ടെന്നറിയാം. യേശു കർത്താവ് പറയുന്നു ഒരു നാഴിക വിത്ത് മീ 1 hour. നീ എന്നോട് കൂടെ ഒന്നിരുന്നാ മതി, നീ എന്നോട് കൂടെ ചേർന്നിരുന്നാൽ മതി. ഈ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കാട്ടുന്നത് ഇങ്ങനെയാണ്. കൊയറിന്റെ ലീഡറാണ് ആസാവ്. പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അനേകർക്ക് അത്ഭുതം നടക്കുന്നവൻ കണ്ടിരിക്കാം. ആത്മസാന്നിധ്യം ആലയത്തിനകത്തിറങ്ങുന്നത് ആസാവ് കണ്ടിരിക്കാം. പക്ഷേ താൻ പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും കൈകളെ കഴുകിയതും വെറുതെ ആയി പോയി. അവർക്കൊരു കുഴപ്പവുമില്ല, അവർക്കൊരു പ്രശ്നമില്ല. ഈ ചോദ്യങ്ങൾ ആലയത്തിനകത്ത് നിന്ന് പാട്ടുപാടുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും
കാണുമ്പോഴും ഉത്തരം കിട്ടാത്തൊരു ബാക്കിപത്രമായി ചില ചോദ്യങ്ങൾ അവനെ ശേഷിക്കുമ്പോൾ അവൻ അവസാനം പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. എന്തിന്? ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാടേണ്ടതില്ല. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരയെ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരാമൻ പറയാൻ തയ്യാറാണ്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉടയ പ്രാർത്ഥിക്കേണ്ട മണിക്കൂറിന്റെ ദൈർഘ്യമല്ല ഞാൻ പറയുന്നത്. എങ്കിലും വിത്ത് മീ 1 hour എന്നോട് കൂടെ സർവശക്തനായ ദൈവത്തോട് കൂടെ, സർവ്വവ്യാപിയായ ദൈവത്തോട് കൂടെ, സർവജ്ഞാനിയായ ദൈവത്തോട് കൂടെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനോട് കൂടെ, ഉത്തരം തരുന്ന ദൈവത്തോട് കൂടെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള സമയത്തിന് ഉപദേശമില്ലെങ്കിലും 1 മണിക്കൂറെങ്കിലും വേദപുസ്തകത്തിലെ ഏറ്റവും നീണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ചില ആളുകൾ പറയാൻ പോകുകയാ. 4.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വാച്ച് നോക്കി പ്രാർത്ഥിച്ചാൽ 4.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അസാധാരണമായ പ്രാർത്ഥന വേദപുസ്തകത്തിനകത്തുണ്ട്. ഞാൻ റെഫറൻസ് പറഞ്ഞു വിടാം. 2 ദിനവൃത്താന്ത പുസ്തകം 6:12 മുതൽ 42 വരെയുള്ള 2 ദിനവൃത്താന്ത പുസ്തകം 6:12 മുതൽ 42 വരെയുള്ള 30 വാക്യമുള്ള 4.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അസാധാരണമായ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുള്ള അസാധാരണമായ പ്രവൃത്തികൾ കൺമുമ്പിൽ വെളിപ്പെട്ട ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന 2 ദിനവൃത്താന്തം 6:12 മുതലാണ് വായിക്കേണ്ടതില്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം വരുന്ന ചില വാക്കുകളുണ്ട്. അതിലൊരു വാക്കിങ്ങനെയാണ് ശലോമോന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. എത്ര പേരാമൻ പറയാൻ തയ്യാറാണ്? അവ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ എന്നുള്ള വേദനകളെ കുറിച്ചുള്ള പ്രസ്താവനകൾക്കപ്പുറത്ത് ഇതുവരെ നടത്തിയതോർത്ത് ഒന്ന് സ്വന്തം പറയാൻ. ചില ആലോചനയിലേക്ക് ഞാൻ പോകാൻ വേഗത്തിൽ വരികയാണ്. അവൻ തൃക്കൈ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് താൻ പറയുന്നു, എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തത് നിവർത്തിക്കണമേ. മക്കളെ ശ്രദ്ധിച്ചോ മക്കളെ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 6:16 അവസാന ഭാഗം വരുന്നത് ഇങ്ങനെയാണ്, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് നിവർത്തിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പറ്റി പപ്പയോടും മമ്മിയോടും പറഞ്ഞ ദൂത് അവര് കാണത്തക്ക നിലയിൽ എത്ര പേരാമൻ പറയാൻ തയ്യാറാ? എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരും. ദൈവമേ, എൻ്റെ മക്കളുടെ 3 പേരുടെയും വിവാഹം നടക്കുമ്പോൾ ഞാനും വൈഫും വീഡിയോ ക്യാമറയിൽ കാണണേ. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ 3 പേരുടെ വിവാഹം നടക്കുമ്പോൾ ഞാനും വൈഫും ആ മക്കളുടെ വിവാഹത്തെ കാണണമേ. ഒരപ്പൻ്റെ കൊതിയല്ലേ പ്രിയപ്പെട്ടവരെ, ഒരമ്മയുടെ കൊതിയല്ലേ? മക്കൾക്ക് ഒരു ആഗ്രഹമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോ. ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തത് നിവർത്തിക്കണേ. ഉടമൻ ഹംദൽക്കർ ഇന്ന് രാത്രി പറ, അവൻ ഞങ്ങളുടെ തലമുറയോട് പറഞ്ഞത് ഞങ്ങൾ കാണും. ജഗനകൾ മക്കളെ, നിങ്ങൾ പറ, ഞങ്ങളുടെ മമ്മിയോട് പറഞ്ഞത്, ഞങ്ങളുടെ പപ്പയോട് പറഞ്ഞത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞങ്ങൾ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. ആമേൻ. ആ പ്രാർത്ഥനയുടെ മറുപടി എന്താണെന്നറിയാമോ? 7-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്ന് തീരം കണ്ടോ. 4.5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് സ്വർഗം ചാഞ്ഞിറങ്ങിയെങ്കിൽ 8
8 ദിവസമായി നടക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗമിറങ്ങി വരാതിരിക്കുമോ? അടയാ മനയാ രഗതൽ ഖമനയ. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അടഞ്ഞ ചില വാതിലുകളെ തുറക്കേണ്ടതിന് അടകബല രഗതന ഘടക സന്തരാധനയ. അടഞ്ഞ ചില വാതിലുകളെ തുറക്കേണ്ടതിന്, അടഞ്ഞ ചില വാതിലുകളെ തുറക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന ഒരു വാക്യം ഇന്നു രാത്രി ഇവിടെ വെളിവായി വരുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്. എനിക്ക് തരുന്ന വാക്ക് അടഞ്ഞ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം തുറന്ന വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ദൈവസഭ എന്ന് പറയുന്നത് സിസ്റ്റമല്ല, ഈ ബിൽഡിംഗ് അല്ല, നിങ്ങളാണ് ദൈവസഭ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പിൽ ഹണ്ണിക്കുകയും ചെയ്യും. വാതിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കേട്ടോ, ചില വാതിൽ കടക്കാൻ പോകുക. ദൈവത്തെ തുറന്നിരിക്കുന്ന ചില വാതിലുകൾ അടയാ, ചില നീതിയുടെ വാതിലുകൾ അടയാ മനയാ രകൽക്കമനയ. സുവിശേഷത്തിന്റെ വാതിലുകൾ അടകമന രകൽക്കമനയ. ഇന്ന് രാത്രി തുറന്നിരിക്കുന്നത് ആത്മാവനെ കാണിക്കുന്നു. എത്ര പേരാമൻ പറയാൻ കഴിയും? ശമനഘടക ഹുടവരച്ചല വർത്തമനന്തര വർത്തമരച്ചല വർത്തമരാതല ഹുരയാമനാദിയാലയ ജുഡരാമലയാദൽ ഖമനയ. ഓ യഫദ തുറന്നു വരട്ടെ, യഫദ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ. ഉടയാ മന ജഗന മനയ അർത്ഥനാദികൾ കമാനയ വൈഡാ മനാരികത്തുനി വൈഡിബികൾ കമാനയ റീബാലവസത്തന വൈഡാ മനാരകതൽ കമനയ. വാതിലുകൾ അടയാതിരിപ്പാൻ വലങ്കരം പിടിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. വാതിലുകൾ അടയാതിരിക്കാൻ ഇങ്ങനൊരു വാക്കിനെ ആവർത്തിച്ച് കാണിക്കുന്നു. വാതിലുകൾ അടയാതിരിക്കാൻ സഭയ്ക്ക് വേണ്ടി ദൈവം തുറന്ന വാതിലുകൾ അടയാതിരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്ന ചില വാതിലുകൾ അടയാതിരിക്കാൻ ദൈവം കരം പിടിച്ചിരിക്കുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവജനത്തിന് നീ ഒരു ഉറപ്പ് കൊടുക്കാൻ പറയുന്നു. ആ ഉറപ്പ് എങ്ങനെയാണ്? ദാവീദിന്റെ താക്കോലുള്ളവൻ പറയുന്നു, ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ഇന്നു രാത്രിയിൽ ജനത്തിനു വേണ്ടി തുറന്ന വാതിലിന്റെ താക്കോൽ സാത്താന്റെ കയ്യിൽ കൊടുക്കാൻ ദൈവം മണ്ടനല്ല. ഇന്നു രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി തുറന്ന വാതിലുകളെ അടയാൻ ആർക്കും കഴിയത്തില്ല. ഉടയാ മന ജഗന ഹോരബലഗദര ഹോരമൻ കമാനയ റിബല ജഗനഗടഗസ് ഹർദനാദികൾ കമാനയ ഉടയാ മനാരഗദൽ കമനയ ഹോരബാലവസന്ദരാദിയ ഹർദനാദകൾ കരാദിയല ശാമാന വൈഢമാനദിയ ഹർദനാദകൾ കമനയ വൈഡേ മൻ കമാനക. ആമേൻ. ഇന്ന് രാത്രി വീട് പൂട്ടി താക്കോൽ കള്ളന്മാർ കാണത്തക്ക നിലയിൽ ആരും സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് വരാൻ മണ്ടരല്ലെങ്കിൽ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നിട്ട് ആ താക്കോൽ സാത്താന്റെ കയ്യിൽ കൊടുക്കാൻ കഴിവ് കെട്ടവനല്ല ദൈവം. ഒരിക്കൽ വീട്ടിലിങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ മോളിങ്ങനെ ലേഖനം വായിച്ചു വരുമ്പോ ചില രാത്രിയിലൊക്കെ ദൈവാത്മാവ് അത് വായിക്കുമ്പോൾ ഇടപെടും, എന്നോട് ദൂത് ഇടപെടും. ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ. കുടുംബ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ സങ്കീർത്തനം വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളോടും സംസാരിപ്പാനുള്ള ഒരു ദൈവശബ്ദം തിരിച്ചറിഞ്ഞോണം. വായിച്ചു വരുമ്പോൾ ഇങ്ങനെ ഭാഗം എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. ഈ ഭാഗം ആദ്യത്തെ ഭാഗം സന്തോഷമുള്ളതാണ്, രണ്ടാമത്തെ ഭാഗം അല്പം നിരാശ തരുന്നതാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയും, കുഞ്ഞെ നീ ആ വാക്യം താഴെ നിന്ന് മുകളിലേക്ക് പറ. എതിരാളികൾ പലരുണ്ടെങ്കിലും
വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി സഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു വെളിപ്പാട് വരുന്നു. എതിരാളികളുണ്ടെങ്കിലും വലിയതും സഫലവുമായ ഒരു വാതിൽ സഭയ്ക്കായി തുറന്നിരിക്കുന്നു. നിങ്ങളാണ് ആമേൻ പറയേണ്ടത്. അടകമനാരകതൽ നിങ്ങളാണ് അതിന് ആമേൻ പറയേണ്ടത്. ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നൊരു വെളിപ്പാട് സഭയ്ക്ക് വേണ്ടി സഫലമായ ഫലമുള്ള ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ദൈവസഭ ചേർന്ന് അതൊന്ന് ആമേൻ പറയാമോ? ആമേൻ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് കരം പിടിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന, അതെൻ്റെ ഒരു കണ്ടെത്തലാണ്. ഏറ്റവും ചെറിയ പ്രാർത്ഥന 3 സെക്കൻഡ് മാത്രം ദൈർഘ്യം ഉള്ളൊരു പ്രാർത്ഥനയാണ് ബൈബിളിലെ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന. അത് എൻ്റെ ഒരു കണ്ടെത്തൽ മാത്രമാണ്. ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 18:13. അത് കാര്യമാണ്. ഇനി അടുത്ത പ്രാർത്ഥന മതി. ഇനി എന്റെ മുഖത്തേക്ക് നോക്കിയേ. ഭാവിയായി എന്നോട് കാണുന്നത് കണ്ടോ? 3 സെക്കൻഡ് ഇല്ല. പാപിയായി എന്നോട് കാണുന്നത് കണ്ടോ? 3 സെക്കൻഡ് ഇല്ല. പാപിയായി എന്നോട് കരുണ തോന്നണമേ, 3 സെക്കൻഡ് ഇല്ല. പാപിയായി എന്നോട് കരുണ തോന്നണം, 3 സെക്കൻഡ് ഇല്ലെന്ന്. കണ്ടോ 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 കണ്ടോ? ആമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി ആലയം വിട്ടുപോകും. ഒരു കാര്യം ഞാൻ പറയാ, ഹൃദയ തകർച്ചയോടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആമേ. അടയാ മനയാ ഹൃഗതൽ കമനയ, വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എവിടെയാണ് വന്നിരിക്കുന്നതെന്നും എൻ്റെ വാക്കുകളെ നന്നായിട്ടറിയുന്ന, എൻ്റെ ഭാരത്തെ അറിയുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് വന്നിരിക്കുന്നതെന്ന തിരിച്ചറിവോടെ വിളിച്ചു പറയുന്ന ഒരു വാക്കിനും അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആമേ. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ആലയത്തിലേക്ക് പോകുകയാണ്. ഒരു ചോദ്യം പ്രാർത്ഥനയ്ക്കായി വന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നമുക്കുണ്ടാകേണ്ട വെളിപ്പാട് എന്താണ്? ശ്രദ്ധിച്ചോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടെന്ത്? ഒരിക്കൽ കൂടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കുള്ള വീക്ഷണം എന്ത്? തെളിവ്. ആമേ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ, എല്ലാവരും എടുക്കണമെന്നില്ല, കേട്ടാലും മതി. 9:10 മുതൽ അടുത്ത വാക്യം. അടുത്തത് അവൻ എന്ത് ചെയ്യുന്നു? അവൻ ജുഡി അൽമാൻ അമേ തീർത്തും അറിവില്ലാത്ത കുഞ്ഞുങ്ങളെ ഞാൻ വിടുന്നു. എങ്കിലും നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിച്ചേ പറ്റൂ. ദൂത് കേൾക്കണം, പ്രവചനം കേൾക്കണം, ആലോചന കേൾക്കണം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പകരമല്ല ആലോചന, പ്രാർത്ഥനയ്ക്ക് പകരമല്ല ആരാധന, പ്രാർത്ഥനയ്ക്ക് പകരമല്ല മറ്റൊന്നും. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേയുള്ളൂ. അവന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വായിക്കേണ്ടതില്ല. ആമെ പൗലൂസിന്റെ സാക്ഷ്യമാണ് 9, 22, 26 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾക്കകത്തൊക്കെ കാണാൻ കഴിയുന്നത് ദമസ്കോസിന്റെ പടിവാതിക്കൽ
വെളിപ്പെടുത്തും മുൻപ് അവനെ കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ അവനെ ഭരമേൽപ്പിച്ചു. അത് വെളിപ്പെട്ടു വരാൻ താൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. സഹോദര സഹോദരി, പിതാവേ, മാതാവേ, നമ്മളോട് സംസാരിക്കണമേ, നമ്മളോട് ഇടപെടണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്മേൽ നാം വിടുതൽ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നുവോ കാത്തിരിക്കുന്നുവോ എന്ന് ഇന്ന് രാത്രിക്കാൽ തിരിച്ചറിയണം. അവൻ എന്ത് ചെയ്യുന്നു? അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവക്കുന്നത് അവൻ കാണുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാം രാത്രി ആവർത്തിച്ച് ദൈവസഭയോട് പറയുന്നു, ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടെന്ത്? ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളോട് ഇടപെട്ടത് ദൈവമാണെങ്കിൽ, ശൗലേ നിന്നോട് സംസാരിച്ചത് ദൈവമാണെങ്കിൽ, നിന്നോട് ഇടപെട്ടത് ദൈവ ശബ്ദമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നു, നിന്നോട് ഇടപെട്ടത് ദൈവ ശബ്ദമാണെങ്കിൽ, നിന്നോട് ഇടപെട്ടത് ഞാനാണെങ്കിൽ അത് നടത്തി തരാൻ ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നൊരു കാര്യമാണ്. ദൈവസഭയെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ, കുടുംബമേ, മാതാവേ, പിതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? എത്ര ക്ലിയറാണ്? അനന്യാസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ അകത്ത് വന്ന് സൗഖ്യം പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നത് എത്ര പേർ കാണുന്നുണ്ട്? ഒരിക്കൽ യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, വലിയ ഒരു മഴ പെയ്യാൻ പോകുന്നു. ഈ ദൈവ ശബ്ദം കേട്ട് മുഴങ്കാൽ മടക്കുമ്പോൾ 1 2 3 4 5 6 പ്രാവശ്യം ബാലിക്കാരൻ വന്ന് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. നീ ഒന്നും കാണുന്നില്ലെങ്കിലും ശബ്ദം കേട്ടത് ഞാനൊന്ന് കാണുന്നു. ഒരു കൈ പോലെയൊന്ന്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നും കാണുന്നില്ലെന്ന് ആരും പറയട്ടെ, ഒന്നും വെളിപ്പെട്ടു വരുന്നില്ലെന്ന് ആരും പറയട്ടെ, എന്ന ദൈവ ശബ്ദം കേട്ടാ നീ ചെന്ന് കാണാൻ പോകുക. കൈ പോലെ ഒരു മേഘം ഉയർന്നു വരുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അവനോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരിക്കൽ ഏലിയാവ് എലീശയുടെ കൂടെ പുറപ്പെടുമ്പോൾ 50 പേര് അവിടെ നിന്ന് കമന്റ് പറയുന്നു. എന്നാൽ കൂടെ നടന്നവൻ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരി, എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരി, എനിക്കറിയാം. ഈ യാത്രയിൽ ഞാൻ തിരിച്ചു വരുന്നത് ശൂന്യമാക്കപ്പെട്ടവനായിട്ടല്ല. എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് പ്രാപിച്ച് ഞാൻ മടങ്ങൂ. ഈ ഉപവാസ പ്രാർത്ഥന എത്ര പേർ വിശ്വസിക്കുന്നു? എന്തിനു വേണ്ടിയാണോ ഞാൻ ഉപവസിച്ചത്, എന്തിനു വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിച്ചത്, അതുമായിട്ട് ഞാൻ മടങ്ങൂ എന്ന് പറയാൻ എത്ര പേർ ഇന്ന് രാത്രിക്കാൽ വിശ്വസിക്കുന്നു? അത് നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവശക്തനാണ്. പത്രോസും യോഹന്നാനും ഒരിക്കൽ പ്രാർത്ഥന സ്ഥലത്ത് പോയി. അവർ 2 പേർ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ കൊണ്ടുവന്ന് ദിവസേന കൊണ്ടുവന്ന് ഇരുത്തുമാറുണ്ട്. വല്ലതും കിട്ടും എന്ന് കരുതി, ഇനി ശ്രദ്ധിച്ചോ, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, ശ്രദ്ധിച്ചോ, 2 പേർ ഒരുമിച്ചാണ് പോകുന്നത്, 2 പേർ ഒരുമിച്ചാണ് നോക്കുന്നത്. എന്നാൽ പറഞ്ഞത് 2 പേര് ഒരുമിച്ചല്ല, പറഞ്ഞത് ഒറ്റയ്ക്കാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്ക് ചിലതുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ചാകാം പ്രാർത്ഥനയിൽ വന്നത്, ഒരുമിച്ചാകാം രക്ഷിക്കപ്പെട്ടത്. അവർക്കില്ലാത്ത ചിലത് നിനക്കുണ്ടാകണം.
രക്തം ജയം റബലഗദര ജഗനഗടക അന്തരാജാൻ ഒരുമിച്ചായിരിക്കാം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയത്, ഒരുമിച്ചായിരിക്കും സ്നാനക്കടവിൽ പോയത്, ഒരുമിച്ചായിരിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. എന്നാൽ അവർക്കില്ലാത്ത ചിലത് എനിക്കുണ്ടെന്ന് പറയാൻ ഹരഗദന ജഗനഗടക അവർക്കില്ലാത്ത ചിലത് ദൈവം എനിക്ക് തന്നെന്ന് പറയാൻ, അവർക്കില്ലാത്ത ചിലത് ഞങ്ങളുടെ മേൽ പകർന്നെന്ന് പറയാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ കർത്താവ് കൊതിക്കുന്നു. അത് നിങ്ങളായി മാറട്ടെ. ആർക്കുമില്ലാത്ത ചില പ്രത്യേകത, ആർക്കുമില്ലാത്ത ചില പ്രത്യേകത, ആർക്കുമില്ലാത്തൊരു ശക്തി, ആർക്കുമില്ലാത്തൊരു വെളിപ്പാട്, ആർക്കുമില്ലാത്ത കർത്താവിന്റെ ഒരു കൃപയുടെ ബഹുത്വം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരിക്കൽ യേശു കർത്താവ് ഫിലിപ്പോസിനെ കൈസരിലെത്തിയപ്പോ യേശു കർത്താവ് അവരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അവർ ഉത്തരം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, പക്ഷെ എനിക്കറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവസരങ്ങൾ തുല്യമാണ് കിട്ടുന്നത്, സമയം തുല്യമാണ് കിട്ടുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർക്കില്ലാത്തൊരു വെളിപ്പാട് ക്രൂശിൽ കിടന്ന കള്ളന് കിട്ടി. 6 മണിക്കൂർ മാത്രമാണ് അവന് കിട്ടിയത്. സ്വോത്രം 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 സ്വോത്രം. രക്ഷിക്കപ്പെട്ട ഡേറ്റ് പറയുന്നത് കൊള്ളാം, ബന്ധക്കോസലായ കാലം പറയുന്നത് കൊള്ളാം, അപ്പന്റെയും കഥ പറയുന്നത് കൊള്ളാം. നിനക്കെന്നാ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അപ്പന്മാർ കൊണ്ടു നടന്ന അസാധാരണമായ ഒരു ശക്തിയുടെ പ്രദർശനം. എന്റെ മോനെ ബൈബിൾ സ്കൂളിൽ പഠിക്കുക, എന്നെ ബെന്നി മുക്കുടുതർ എന്നൊക്കെ ആൾക്കാരിട്ട പേര് കുറച്ചു പേർക്കറിയാം. ഞാൻ എൻ്റെ മക്കൾ പറയും, നിങ്ങൾ ജീവിതത്തിൽ എവിടെ ചെന്നാലും എൻ്റെ പേര് പറഞ്ഞാൽ, വലിയ ഫേമസ് ആയിട്ടൊന്നുമല്ല, പട്ടിണി കിടക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ അപ്പൻ പ്രവാചകനാണ് എന്ന ലിസ്റ്റിൽ നീ ഗമയടിച്ചിട്ട് കാര്യമില്ല, നിനക്കെന്തെങ്കിലും വേണോ? അവൻ പറഞ്ഞാട്ടെ. അപ്പന്മാരുടെയും വല്യപ്പന്മാരുടെയും കണക്കുകൾ നിർത്തിയിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി നിനക്കെന്തെങ്കിലും വേണോ? അവൻ പറഞ്ഞാട്ടെ. വാര്യാപുര യോനാച്ചാന്റെ കസിനാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തോ നേട്ടം? മാങ്ങാന് ജോസഫ് പാസ്റ്ററുടെ കസിൻ എനിക്കെന്തോ നേട്ടം? കൂടൽ കുഞ്ഞുച്ചാന്റെ മോനാണ്, കൊച്ചുമോനാണ്, ബന്ധുക്കാരനാണ്, എന്തോ നേട്ടം? ഇന്നു രാത്രി ആരോടൊക്കെ ഇടപെടുന്നു? അമ്മ പറഞ്ഞാട്ടെ. നീ ആ പേരിൽ അറിയപ്പെടാനല്ല, നിന്റെ പേരിൽ. ഇന്ന് രാത്രി ജനങ്ങൾ എന്തും പറയട്ടെ, എനിക്കറിയേണ്ടത് നീ എന്ത് കാണുന്നു? ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ജനങ്ങളൊന്നും പറയട്ടെ, ജനങ്ങളൊന്നും പറയട്ടെ, എനിക്കറിയണം തിരഞ്ഞെടുത്ത നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ കിട്ടിയത് 3.5 വർഷം. 3.5 വർഷങ്ങൾ അവസരങ്ങൾ കിട്ടിയിട്ടും, അത്ഭുതങ്ങൾ കണ്ടിട്ടും, അടയാളങ്ങൾ അനുഭവിച്ചിട്ടും ഒരു സ്ത്രീക്കുള്ള വെളിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടിയില്ല. വാക്യം എങ്ങനെയാണ്? അതുവരെ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം അവർ വിശ്വസിച്ചില്ല. എന്താ ദൂത് ഇങ്ങനെ വരുന്നേ? എന്താ ദൂത് ഇങ്ങനെ വരുന്നേ?
ഞാൻ കുറ്റം പറയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. അതുവരെ അത്ഭുതം കണ്ടതല്ലേ? 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ച ഫുഡ് കൊടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നീയും പങ്കെടുത്തതല്ലേ? ഹോറാബാല ഹംദൽ കമനയ. എന്നാൽ 6 മണിക്കൂർ മാത്രം ക്രൂശിൽ കിടന്നൊരു കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. അവസരങ്ങൾ എപ്പോഴും മടങ്ങി വരണമെന്നില്ല, അവസരം എപ്പോഴും ലഭിക്കണമെന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കുറച്ചു മണിക്കൂർ മാത്രമാണ് ഇരിക്കുന്നെങ്കിലും അസാധാരണമായ ഒരു വെളിപ്പാടോടുകൂടി ജനം മടങ്ങാൻ പോകുകയാണ്. യേശു ചോദിക്കുന്നു, ആമേ, ജനം എന്തു പറയുന്നു? മറുപടി പറഞ്ഞു, ആമേ, എനിക്കതല്ല കാര്യം, നിങ്ങൾ എന്തു പറയുന്നു? ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് നടുവിൽ 11 പേര് സൈലന്റ് ആയിരിക്കുമ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു പറഞ്ഞ മറുപടി, ഇതിനൊക്കെ ജഡവും രക്തവുമല്ല. അങ്ങനെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ജഡവും രക്തവുമല്ല, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തിയത്. എനിക്കൊരു ചോദ്യം, എപ്പോൾ നിനക്കത് വെളിപ്പെട്ടു? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പത്രോസേ, നീ പ്രാർത്ഥിക്കുന്നത് ആരും കാണുന്നില്ല, നീ ഉപവസിക്കുന്നത് ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ ഒരു ചിന്ത, അസാധാരണമായ ഒരു വെളിപ്പാട് ആഗ്രഹിക്കുന്നവനാണോ നീ? നിനക്കത് വെളിപ്പെട്ട് കിട്ടും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭാഗ്യപ്രകടനങ്ങൾ ഒന്നുമില്ലെങ്കിലും അകം കത്തുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അസാധാരണമായ ഒരു വെളിപ്പാടിലേക്ക്, അസാധാരണമായ ഒരു ദൈവകൃപയിലേക്ക് ഞാൻ ചിലരെ കൈപിടിച്ചുയർത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി പിതാവ് ചില വെളിപ്പെടുത്തി തരട്ടെ, പിതാവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരട്ടെ, ദർശനങ്ങളെ വെളിപ്പെടുത്തി തരട്ടെ, കാഴ്ചപ്പാടുകളെ ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തി തരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു വെളിപ്പാട് കാണുന്നു പ്രിയപ്പെട്ടവരെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, എപ്പോഴാണ് പത്രോസേ നീ പ്രാർത്ഥിച്ചത് ഞാൻ കണ്ടില്ല, എപ്പോഴാണ് നീ ഉപവസിച്ചത് ഞാൻ കണ്ടില്ല, എപ്പോഴാണ് നീ രഹസ്യ പ്രാർത്ഥനയിൽ വേറിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊരു വെളിപ്പാട് നിന്റെ മേൽ വീണതുപോലെ ഈ ഉപവാസ പ്രാർത്ഥന ചിലരുടെ മേൽ വെളിപ്പാടുകൾ വീഴും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടത്? അതെത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പിതാക്കന്മാരെ, മാതാക്കളെ, ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞ, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, നിങ്ങൾ അറിഞ്ഞോ എന്തിനാണ് നമ്മെ ആയസോടെ ദൈവം വെച്ചതെന്നറിയാമോ? പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എന്തിനാണ് നമ്മെ ആരോഗ്യത്തോടെ ദൈവം നിർത്തിയെന്നറിയാമോ? മക്കളുടെയും കൊച്ചുമക്കളുടെ നന്മ കാണണം, കണ്ടിരിക്കും, കണ്ടേ പറ്റൂ, ദൈവം കാണിക്കും. എന്നാൽ ദൈവത്തിന് നമ്മെ പറ്റി ഒരു സ്വപ്നമുണ്ട്. വൃദ്ധന്മാർ സ്വപ്നം കാണും, ബാല്യക്കാർ പ്രവചിക്കും. അമ്മയെ പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നു, ബാല്യക്കാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ ഒരാത്മാവിനെ പകരാൻ ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞാൽ അതെന്റെ തലമുറയായി മാറാൻ, അതെന്റെ സന്തതിയായി മാറാൻ, എന്റെ തലമുറയായി മാറാൻ ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഞങ്ങളുടെ സഭയ്ക്കകത്ത് അസാധാരണമായ ഒരു പ്രവൃത്തി യൗവനക്കടമേൽ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വീശിയ പരിശുദ്ധാത്മ ഒരു രാത്രി ഉണ്ടായി. ഞങ്ങളുടെ സഭയിൽപ്പെട്ട ജോബിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മാരകമായ ഒരു രോഗം വന്ന്, അസ്ഥികൾക്കകത്ത് രോഗം വന്ന്, ക്യാൻസറാണെന്ന് പറഞ്ഞ്, രക്ഷയില്ല എന്ന് പറഞ്ഞ ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്ത് അവനെ വീട്ടിൽ കാണാൻ എൻ്റെ മകൻ സഹിതം 15 കുഞ്ഞുങ്ങൾ പോയി. കഥയല്ലത്, 5 വർഷം മുൻപാ. അവിടെ ചെന്നു കണ്ടു. ഇറങ്ങാൻ നേരത്തെ വീട്ടിൽ അപ്പച്ചൻ പറഞ്ഞു, മകളെ പ്രാർത്ഥിച്ചിട്ട് പോ,
കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരല്ല. ഒരാൾ പറഞ്ഞു നീ പ്രാർത്ഥിരേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞ് ജോഷ് എന്ന് പറയുന്ന ഒരുവൻ അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങവേ. കഥയല്ലിത്. കുഞ്ഞുങ്ങളുടെ നാവിൽ പുതുഭാഷ പകർന്നു. ജുഡാരം. എൻ്റെ മകനും അങ്ങനെയാണ് അന്ന് രാത്രികാലം അന്യഭാഷ പ്രാപിച്ചത്. ഒരു കാത്തിരിപ്പ് യോഗത്തിൽ പോയില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയില്ല, ഉപവാസം ഇരുന്നില്ല, വേണ്ടെന്നല്ല. ഇന്നു രാത്രി ഒരു കാര്യം മനസ്സിലായി, ആ പൈതൽ സൗഖ്യമായി. ഉടയാമന ഇന്നു രാത്രി ഈ സഭയ്ക്കകത്ത് തലമുറയുടെ മേൽ ഒരഭിഷേകം പകരാൻ തലമുറയുടെ മേൽ ഒരഭിഷേകം പകരാൻ ആഗ്രഹിക്കുന്ന എത്ര അപ്പന്മാരിവിടെ ഉണ്ട്, എത്ര അമ്മമാരിവിടെ ഉണ്ട്. ഓ ഗൽക്കരാധന വൈഡാരഗാധര ശാമാന വൈഡൽക്കമനയ റീബാലബൗഡിബികൽക്കമനയ ധീരാജാന സൈദൽക്കമനയ. ഓരവൽ ഇന്ന് രാത്രി തലമുറയുടെ മേൽ അഭിഷേകം വീഴട്ടെ, തലമുറയുടെ മേൽ അഭിഷേകം വീഴട്ടെ, തലമുറയുടെ മേൽ അഭിഷേകം വീഴട്ടെ. ഒരാത്മാവിന്റെ വ്യാപാരം തലമുറയുടെ മേൽ വീഴട്ടെ. ഓ ഓ ശബാര ഹദര ദുരകടബാലകതൽക്കമനയ. നമ്മുടെ സന്തതികൾ പ്രവചിക്കട്ടെ, നമ്മുടെ സന്തതികൾ ദർശനം കാണട്ടെ, നമ്മുടെ വൃത്തന്മാർ സ്വപ്നം കാണട്ടെ. അടയ മന ധര മന ധര ധര ഘട മനയ ദുരാ ജഗന വൈഡ മനയ റീബാ ലബക്ഷസ്കിയ അർത്ഥന ദഗൽക്കമാനയ വൈഡ മന മനയ റീബാ ലബ സത്തനാദിയ. ഓഹോ ഉടക മന ധര അടഗ് അദ രബ ദുര മന മട ദിരി ജര മന വല ഛട രഗൽക്കമനയ വലഗ ധരഗടഗ ലഗദന ഹംദര ജാന വൈഡ അടക്കമാന റീബാ ലഗ ദേന മാന സന്ദര. ഓ രബലഘടക ശാബാര വൈഡബൽ കമനയ. ആത്മാവിനെ തീ പിടിക്കട്ടെ, ആത്മാവിനെ തീ കത്തട്ടെ, ആത്മാവിനെ തീ കത്തട്ടെ. അടാ മന ദുരാ ജനഘടക അലഗദന റിഗദന വലഗതുന ദഗന ശാമാന വൈഡ കമന അരഗ തുണി ഹദ. യെസ്. ഓ ഓ ഓ ദുരാബല ദരാദര ദുരാബല രഗാധന രബാനബാല ഹദരജാനഘടക ഹംദൽ കബലം ധാരക്ഷാനം ദൂരക്കട്ടം അന്തരവേദം ചൂതലഘട്ടം വൈഡപരച്ച. പുതിയ ഭാഷ പകരട്ടെ, പുതിയ ഭാഷ പകരട്ടെ, പുതിയ ഭാഷ പകരട്ടെ, പുതിയ ശക്തി പകരട്ടെ. ദുരാജഗന വലഗദന രഗദന ദുരഘടക മനയ ധനാധന വൈഡ മനയ രഗദൽ കമാന ശാമാന വൈഡര ധീരഘടക മനയ അരഗത്തുന. വൃദ്ധന്മാർ സ്വപ്നം കാണട്ടെ, അടയ മന ബാല്യക്കാർ പ്രവചിക്കട്ടെ. റാബല ഹത്തര ചൂടയ മാനയ റാദന അന്തര ചൂടയ. ദുരക ശമനം. ഇരട്ടു ശക്തി, ഇരട്ടു ശക്തി. കുഞ്ഞുങ്ങൾ വാതുറക്കുക. റബല മന മനയ ജനക ലഗദന അരഗദന രഗദന. ഇത് ഭാഷയാണ്, അന്യഭാഷ ഉപയോഗിക്കാനുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ വായ തുറക്കട്ടെ. ഓ ഗർജിക്കുന്ന സിംഹത്തിന്റെ പവർ പോലെ. അരഗ രഗദ 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 മനക മനയ തുരക ശമനം ജരകം ദരകം. ദുരക ശമനം ദരകം ദലകം ദരകം തരകം കടകം ദുരകം ചരകം തരകം തരകം ചരകം. ദരകേ ശമനേ ധിരക ധമന ധരക ധമന ധിരക ധമന ധാര ധാര. ഓ രിഗദ ധമന ധിരക ധമന ചരധാരക ധാതല ദരദാദക രേദല ചരഹട്ടബലന്ധര ദഗ രഗന ധിരക ലഗന ധമന ധരക ലഗന ജഗന ധരക ലവന ധമന ജനക ലഗന മനയ ദുദഗേ ശമന മനയ ധിരക ക്ഷമന റിഗന. കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ. ഓ റബൽക്കമനയ, ഓ റബൽക്കമനയ. ബുദ്ധിയെ തുറക്കട്ടെ,
ജ്ഞാനത്തെ പറഞ്ഞയക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തലമുറകൾ അഭിഷേകം പ്രാപിച്ചവരായി, തലമുറകൾ വെളിപ്പാട് പ്രാപിച്ചവരായി, തലമുറകൾ കൃപാവരം പ്രാപിച്ചവരായി. ദൈവാത്മാവിനുടെ ഇരട്ടി പങ്ക്. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളെ തിരിക്കും. ആത്മാവ് നിങ്ങളെ തിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരിക്കും. അടകം ചരകം തരകം ചരകം. അന്യഭാഷ പറയാനുള്ളതാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. തനിക്ക് താൻ ആത്മീയ വർദ്ധനവ്. ഉടയ മന ജഗന ആംദൽ ഖമന. ഇവിടെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. ജോലി ചെയ്യുന്നിടങ്ങളിൽ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ വാതുറക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അന്യഭാഷ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആരാധിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. ജനത്തിനമേൽ 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 കുടുംബങ്ങളുമേൽ തലമുറയുടെ മേൽ ആത്മാവിനെ വീശണമേ. ആത്മാവിനെ അയക്കണേ. ആത്മാവ് നിങ്ങളെ തിരിക്കും. ആത്മാവ് നിങ്ങളെ തിരിക്കും. നിങ്ങളുടെ തലമുറയുടെ മേൽ ആത്മാവിനെ വീണാൽ ദൈവം തിരിക്കും. ഉടയ മന ധര അധര ജഗന അത്തരത്തോ. കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പാടുണ്ടാകട്ടെ. ഓ രാബാല അന്തരാധിയാല ശാബാല ബൗഡരാധനി. അന്ത ഒന്നിന് കുറവില്ലാത്ത ഒരു സഭയായി ഇത് വളരട്ടെ. സമയം കളയാനുള്ള തന്ത്രമല്ലിത്. ഇത് ഒച്ചപ്പാടുകളല്ല, ഇതൊരു ബഹളമല്ല. ആത്മാവിന്റെ ആഘോഷമായി, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയായി. എരിയുന്ന സമമാം ദിവ്യജീവൻ താരിയാ നീ പാരനെ നിരന്തരമാൻ. എന്നിൽ താരിയാ നീ പാരനെ നിരന്തരമാൻ. എരിയുന്ന മൊഴികൾ ഉരച്ചിടുവാൻ എന്നിൽ. എരിയുന്ന മൊഴികൾ ഉരച്ചിടുവാൻ എന്നിൽ. താരിയാതിൽ വാരങ്ങൾ നിറപടിയാൽ എന്നിൽ. താരിയാതിൽ വാരങ്ങൾ. ഓ എരിയുന്നതി സമമാന്തി വ്യാജീവൻ. എരിയുന്നതി സമമാന്തി വ്യാജീവൻ. താരിയാ നീ പാരനെ എന്നിൽ. താരിയാ നീ പാരനെ. ഓ തീയിടാൻ ഭൂമിയിൽ വന്ന പാര. ആ തീയിടാൻ ഭൂമിയിൽ വന്ന പാര. അയ്യോ തിരുമാപെരു ഒന്നു കാണണമേ. അയ്യോ തിരുമാപെരുകുന്നു. തീ കൊണ്ടു നിർവൃത്യ ജോലിച്ചിടുവാൻ ആത്മാ. തീ കൊണ്ടു
ആത്മാദിയാലിന്നഭിഷേകം ഓ ആത്മാദിയാലിന്നഭിഷേകം യാദിയാലിന്നഭിഷേകം ചെയ്യണമേ എന്നെ തീയാലിന്നഭിഷേകം ഓ എരിയുന്ന സമമാ ദിവ്യജീവൻ താരികാതി പാരനെ നിരന്തരമാൻ എന്നെ താരികാതി പാരനെ ഓ ദാഗരാജാഗോതിടുവാൻ ആരാധന സൈദേ ദാരൗദവരം ദാരം നാശലോകത്തി കഷണങ്ങളായവർ നാശലോകത്തി കഷണങ്ങളായവർ വീശണം പരമസു വാർത്തകളെ അവർ വീശണം ഓയെരിയുന്ന സമോരികദാന സൈദാരം നാശലോകത്തി കഷണങ്ങളായവർ നാശലോകത്തി കഷണങ്ങളായവർ പരമസം ദാരൗദാരാദേ ഉടയാമാനാരാധാരാധ ചാരൗദവരാധാരം കഷണങ്ങളായവർ വീശണം പരമസു വാർത്തകളെ അവർ വീശണം സദ്ദാരാധേ കലകന്ധരദൗദ ഹോരിഗദാജാന ദിവ്യജീവൻ എരിയുന്ന സമമാ ദിവ്യജീവൻ താരികാതി പാരനെ നിരഗദാദിരഗാരാധേ ചാരഗദാദിരഗാരാധേ വൈസംദാരാധാരം ഓ സ്നേഹത്തിയൻ ജ്വലിച്ചുയർന്നു അകന്നിടമേ സ്നേഹത്തിയൻ ഓ ദേശമകൻ ജോലിച്ചാലിടുവാൻ ദേശമകൻ ജോലിച്ചാലിടുവാൻ നിന്റെ ദാസരിൽ തികനൽ വിതരണമേ നിന്റെ ദാസരിൽ തികനൽ വിതരണമേ ഓ നാശലോകത്തിൽ കഷണങ്ങളായവർ നാശലോകത്തിൽ കഷണങ്ങളായവർ വീശണ പരമസു വാർത്തകളെ അവർ
ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാനായി പറയുന്നു, അപ്പന്മാർക്ക് പ്രതീക്ഷയില്ലാത്തതിന്റെ മേൽ ദൈവം പ്രതീക്ഷ വെച്ചതുപോലെ കാഴ്ച. കിന്നരം വായിച്ച മാടുകളെ നോക്കി വനത്തിനകത്ത് കാലം കഴിച്ചു കൂട്ടുമെന്ന് വിചാരിച്ചൊരുവിന്റെ മേൽ ആത്മാവിറങ്ങിയപ്പോൾ രാജാവാക്കി മാറ്റിയതുപോലെ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, അപ്പന്മാർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് തലമുറയെ ഞാൻ രാജാക്കന്മാരാക്കും. മാതാപിതാക്കൾ വിശ്വസിക്കുന്ന അപ്പുറത്ത് തലമുറയെ ഞാൻ പ്രവാചകന്മാരാക്കും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പോടെ പറയാം. ഞാൻ സാധാരണ പറയുന്ന വാക്കൊരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല ദാവീദ്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ടില്ല ശൗല്. അവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ രാജാവായി, അവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ പ്രവാചകന്മാരായി. ഇന്ന് രാത്രിയിൽ ചില മാതാപിതാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ശൗലിനെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് തലമുറയുടെ മേൽ എന്റെ കൃപയെ പകരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആലോചന പറയുന്നു. മണിക്കൂറുകൾ കൊണ്ട് അവന്റെ ഭാവിയെ തിരിച്ചതുപോലെ ഈ പ്രാർത്ഥന തലമുറയുടെ ഭാവിയെ ഞാൻ തിരിക്കും. ഓ ഈ പ്രാർത്ഥന തലമുറയുടെ ഭാവിയെ ഞാൻ തിരുത്തും, തലമുറയുടെ ഭാവിയെ ഞാൻ തിരുത്തും. ആമേൻ. യേശുവിൻ നാമത്തിൽ ജയം. ദൈവാത്മാവിനെ ആവർത്തിച്ച വെളിപ്പാടിനെ കാണിക്കുന്നു, ആവർത്തിച്ച് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരിക്കൽ പോലും അപ്പൻ പ്രതീക്ഷയില്ല ആമേൻ ശൗൽ രാജാവാകുമെന്ന്. ഒരിക്കൽ പോലും അവന് വിചാരമില്ല അവൻ പ്രവാചകനാകുമെന്ന്. ഒരിക്കൽ പോലും വിചാരമില്ല അവൻ രാജാവാകുമെന്ന്. ഞാൻ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ കുറിച്ച് പ്രവചിച്ചു പറയുന്നു. ആത്മാവ് അവരുടെ മേൽ വീണാൽ, ആത്മാവ് അവരുടെ മേൽ വീണാൽ ദൈവം അവരെ തിരിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ തലമുറയെ ദൈവം തിരിക്കുന്ന ഒരു സമയമാണ്? കരമുയർത്തി സ്വത്രം ചെയ്യാമോ? ഹല്ലേലൂയ. രക്തത്താൽ ജയം. എൻ്റെ രണ്ടാമത്തെ മകൾ ജനിക്കുമ്പോൾ മുച്ചിറിയായിരുന്നു.
ഒരു അംഗവൈകല്യം ഉണ്ടാകുമെന്ന് ജനിക്കുന്നതിന് മുൻപ് ദൈവം എന്നോട് പറഞ്ഞിരുന്നു. ശരിക്കൊരു പ്രാർത്ഥന ഉണ്ടാകുക, കർത്താവേ അവൾ അന്ധയാകരുത്. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? എൻ്റെ ഒരു മൂത്ത സഹോദരി എൻ്റെ കൂടെയുണ്ട്, ബ്ലൈൻഡാണ്. ആമേ 70 വയസ്സുണ്ട്. എൻ്റെ ശുശ്രൂഷകൾ ഭയങ്കര കൈത്താങ്ങലാണ്. ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ പ്രാർത്ഥിക്കും. സഭയിൽ ഒരൊറ്റ മീറ്റിംഗ് മുടക്കില്ല, ഒട്ടും കണ്ണ് കാണത്തില്ല. എന്നോട് പറഞ്ഞു, നിനക്ക് ജനിക്കാൻ പോകുന്ന തലമുറ അംഗവൈകല്യമായിരിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ പെൺകുഞ്ഞാന്ന് പറഞ്ഞു, എൻ്റെ കാലശേഷം അവൾ തപ്പി നടക്കാൻ അനുവദിക്കല്ലേ. ആമേ. ലേബർ റൂമിന് മുമ്പിൽ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ നേഴ്സ് ലാലി പ്രസവിച്ചു പെൺകുട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുതരുമ്പോൾ ആമേ ഈ 3 വിരലിൻ്റെ ഗ്യാപ്പ് ഈ ചുണ്ടിൻ്റെ ഇടയിലുണ്ടായിരുന്നു. എനിക്ക് വിഷമം തോന്നിയില്ല. കൃപയാൽ ആമേൻ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ദൈവം എന്നോട് പറഞ്ഞ ഭാഗമുണ്ട്, എനിക്കവൾ ഇഷ്ടയാണ്, ഹെപ്സീബ എന്ന് പേരിടണം. സംസാരത്തിൽ ഒരു അംഗവൈകല്യമില്ല. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ 100 പേരുള്ളതിൽ ഏറ്റവും ഭയങ്കര ശബ്ദം അവളുടേതാണ്. ഞാൻ പുൾപിറ്റിൽ കരഞ്ഞിട്ടുണ്ട്. അവൾ PYPക്കൊക്കെ പ്രസംഗിക്കുന്നത് കാണാപ്പാടം പഠിച്ചല്ല, അങ്ങനെ ഞാൻ കുറ്റം പറയല്ല. അവൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകും. അവൾ പ്രസംഗിക്കും, അവൾ കരയും, ഞങ്ങളുടെ സഭ കരയും. എൻ്റെ മോളെ പറ്റി പറയാൻ പോകുകയല്ല, നമ്മുടെ മക്കളെ പറ്റി പറയാൻ പോകുക. ഏതിനെ ഓർത്ത് കരഞ്ഞോ അതിനോട് സന്തോഷിക്കാൻ പോകും. ഇത് പറയാൻ വേണ്ടിയാ. കുഞ്ഞുമായി ഇഞ്ചക്ഷന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആമേ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് അയ്യോ എന്തൊരു കോലമാണ്, ഈ കുഞ്ഞിന് പേടി വരുന്നു എന്നൊക്കെ എൻ്റെ മുൻപിലും എൻ്റെ വൈഫിൻ്റെ മുൻപിലും വെച്ച് ഹോസ്പിറ്റലിൽ വന്നവർ കണ്ട് ഞെട്ടിത്തരിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം അറിയാം പ്രിയപ്പെട്ടവരെ, ഉടവൾ കനക അവൾക്കിന്ന് ദർശനമുണ്ട്. എൻ്റെ മോളെ പറ്റി പറയല്ലെന്ന്, നിങ്ങളുടെ മക്കളെ പറ്റി പറയാന്ന് ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു. ഏത് തലമുറയോർത്ത് കരഞ്ഞോ, ഏത് തലമുറയോർത്ത് ഭാരപ്പെട്ടോ അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാൻ പോകുകയാ. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് ആത്മാവ് അവനെ തിരിച്ചെങ്കിൽ, സൗലേ ഉടമ നിന്നെ തിരിച്ചെങ്കിൽ, ദാവീദേ നിന്നെ തിരിച്ചെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ തലമുറയെയും ഈ 8 രാത്രി ദൈവത്തിന് തിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? വെള്ളിയും പൊന്നും എനിക്കില്ല. ഇന്ന് രാത്രി പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരുന്നു. ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആവലാദികൾ മാറ്റിവെച്ചേ, ഇല്ലാത്തതിനെ കുറിച്ചുള്ള വേവലാദികൾ മാറ്റിവെച്ചേ, ഉള്ളതോർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് 4 കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. എന്താണ് നമുക്കുള്ളത്? ആ ബോധം ഇന്ന് രാത്രി വെളിപ്പെട്ടാൽ സന്തോഷത്തോടെ മടങ്ങാൻ പോകുകയാ. എന്താണ് നമുക്കുള്ളത്? 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 3:7. മതി. എന്താണുള്ളത്? യേശു ക്രിസ്തു എന്ന ഒരു നാമം നമുക്കുണ്ട്. ഒന്നാമേ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുണ്ട്. യേശു ക്രിസ്തു എന്ന ഒരു നാമം എനിക്കുണ്ട്. ആ നാമത്തിൽ അന്ധകാര ശക്തിയെ സാധിച്ചേ, ആ നാമത്തിൽ അതിനെ ഭത്സിച്ചേ, ആ നാമത്തിൽ വഴിമാറെന്ന് കൽപ്പിച്ചേ. ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നത്
സ്വർഗ എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ഒരു അധികാരമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെന്ന് പറഞ്ഞാൽ അഴിയാത്തത് എന്താണുള്ളത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാരത്തെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണത് മുട്ടുമടക്കാത്തത്? ഇന്ന് രാത്രി വെള്ളിയും പൊന്നും എനിക്കില്ല. യേശു ക്രിസ്തു എന്ന ഒരു നാമമുണ്ട്. ഉടമന സകല നാമത്തിനും മേലായ നാമം. സ്വർലോകരുടെ ഭൂലോകരുടെയും അധോലോകരുടെയും അവൻ മുട്ടുമടക്കിയ ഒരു നാമം നമുക്കുണ്ട്. ആ നാമം നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളിൽ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. മനുഷ്യന്റെ കയ്യാൽ ഉണ്ടാക്കപ്പെട്ട പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാല് യോർദാങ്കൽ വെച്ചപ്പോൾ വെള്ളം രണ്ടായി വിഭാഗിച്ചു മാറിയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അകത്തുള്ള ക്രിസ്തു ആരുടെയും കൈവേലയല്ല. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രി വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുണ്ട്. യേശു ക്രിസ്തു എന്ന ഒരു നാമം ഉണ്ട്. ഉടബല ജഗന്നാറകൽക്കനയ ഏതന്ധകാര ശക്തിയും മുട്ടുമടക്കുന്ന, ഏത് പ്രതികൂലങ്ങളും വഴിമാറുന്ന, ഏത് രോഗവും സൗഖ്യമാക്കുന്ന, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന ഒരു നാമം ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കില്ല. എന്തുണ്ട്? യേശു ക്രിസ്തു എന്ന ഒരു നാമം നമുക്കുണ്ട്. എന്താണ് നമുക്കുള്ളത്? ഉണ്ടാകേണ്ടത് ഉണ്ട് എന്ന തിരിച്ചറിവ്. 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 3-ാം അധ്യായം 16-ാം വാക്യം. മതി. അവൻ്റെ നാമത്തിലെ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അമ്മ പറഞ്ഞാട്ടെ. ഹോ ഉഴവല ജഗനഘടക അന്തൽക്കൻ. ആ നാമം ഞങ്ങൾക്കുണ്ട്. ആ നാമത്തിൽ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉടബൽ ഹംദരാജാനകൽക്കനയ. ആ നാമത്തിൽ വിശ്വാസത്താൽ ഭൂതങ്ങൾ പുറത്താകും, പുതുഭാഷകൾ സംസാരിക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. ആ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ആ നാമം ഞങ്ങൾക്കുണ്ട്. ആ നാമത്തിലുള്ള വിശ്വാസം നമുക്കുണ്ട്. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. ആമേൻ. എന്താണ് ഞങ്ങൾക്കുള്ളത്? ആ നാമം യേശു ക്രിസ്തു എന്ന നാമം നമുക്കുണ്ട്. ആ നാമത്തിലെ വിശ്വാസം നമുക്കുണ്ട്. ആ നാമം നൽകിയ 2 കാര്യങ്ങൾ. ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. 9:1 വേഗത്തിൽ. ശക്തിയും അധികാരവും കൊടുത്തു. അധികാരം എന്ന വാക്ക് ഞാൻ പ്രാരംഭത്തിൽ പറയുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല. എനിക്കെന്തുണ്ട്? നമുക്കെന്തുണ്ട്? യേശു ക്രിസ്തു എന്ന നാമം നമുക്കുണ്ട്. വെള്ളിയും പൊന്നും നമുക്കില്ല. ആ നാമത്തിലെ വിശ്വാസം നമുക്കുണ്ട്. വെള്ളിയും പൊന്നും നമുക്കില്ല. ആ നാമം നൽകിയ അധികാരം നമുക്കുണ്ട്. ഹോ 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 റബലഗദര ജഗനഘടക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാനുള്ള ഒരു അധികാരം നമ്മുടെ മേലുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, സാത്താൻ്റെ മേൽ, അവൻ്റെ തന്ത്രത്തിൻ്റെ മേൽ, അവൻ്റെ ആധിപത്യത്തിൻ്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെരിങ്ങനാട് IPC സഭ അറിയ്, ഉടകൽ കരാതു, റൂപ സേതൽ കരാതു, ഈ ചുറ്റുപാടിൽ അന്ധകാര ശക്തികളുടെ അധികാരത്തിൻ്റെ തേവാഴ്ചകളുണ്ടെങ്കിലും അതിനെ കീഴടക്കാനുള്ള അധികാരം നമുക്കുണ്ട്. വഴി മാറുന്ന പറ അങ്ങോട്ട്, വഴി മാറുന്ന അങ്ങോട്ട് പറ. ധൂരാജാന വൈഡമാന അന്തരാജാന വൈഡവൽക്കമനയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പിണറായി സഖാവിന് തമിഴ്നാട്ടിൽ അധികാരമില്ല. സ്റ്റാൻലിക്ക് കേരളത്തിലും അധികാരമില്ല. എന്നാൽ നമുക്ക്
ഭൂമിയുടെ അറ്റം വരെ. ഒരു വെളിപ്പാട് പറയുന്നു, ഇന്ന് രാത്രി ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യം വിട്ടുപോയി ചെല്ലുന്ന ഒരത്ഭുതം നടക്കാൻ പോകുന്നു. ഇന്നു രാത്രി വെള്ളി നമുക്കില്ല, പൊന്ന് നമുക്കില്ല. യേശുക്രിസ്തു നാമമുണ്ട്, ആ നാമത്തിൽ വിശ്വാസമുണ്ട്, ആ നാമം നൽകിയ അധികാരം നമുക്കുണ്ട്. അത് ഏതൊക്കെ അധികാരമാണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 26-18. സാത്താന്റെ അധികാരം ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു വെളിപ്പാട്. പ്രിയപ്പെട്ട ആമേൻ പറഞ്ഞാട്ടെ. ഈ പെരിങ്ങനാട് ഏരിയയിൽ ഏതെല്ലാം അന്ധകാര ശക്തികളുടെ തലങ്ങും വിലങ്ങുമുള്ള യാത്രകളുണ്ടെങ്കിലും വഴിമാറിപ്പോയെന്ന് പറയാനുള്ള ഒരധികാരം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അടക മനയ അധികാരം ആദരത്തിനകത്തുണ്ട്. ഉടയ മനയ രകൽക്ക മനയ. വഴി ഇതല്ല, വഴി ഇതല്ല. ഇന്നു രാത്രി ദൈവാത്മാ പറയുന്നു, റൂട്ട് മാറ്റിവിടുന്ന ഒരധികാരം. ഇന്ന് രാത്രി ഹല്ലേലൂയ ജനമറിയണം, നമ്മളറിയണം, വിശ്വാസികളായി നമ്മൾ അറിയണം. പാടുന്ന നമ്മൾ, പ്രാർത്ഥിക്കുന്ന നമ്മൾ, ആരാധിക്കുന്ന നമ്മൾ, ഉപവസിക്കുന്ന നമ്മൾ, വിടുതലാഗ്രഹം നമ്മൾ അറിയണം. ആമേൻ. സാത്താൻ്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. കൊലോസി ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം വേഗത്തിൽ വായിച്ചേ. കൊലോസ്യർ 1:13. ഇന്ന് രാത്രി ദൈവാത്മ ഇരുട്ടിൻ്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. ഉടബൽക്കനക ഇങ്ങനെ പാടുന്നില്ലേ? വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വീടുകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കപ്പെടുന്ന ഇരുളിൻ്റെ ചില വാഴ്ചകളെ, ഇരുളിൻ്റെ ചില അധികാരങ്ങളെ പുറത്താക്കാനുള്ള ഒരു വെളിച്ചത്തിൻ്റെ അധികാരം നമ്മുടെ മേലുണ്ട്. രക്തം ജയം റിബല ജഗന സത്തൽക്കനയ. ഞാൻ ആവർത്തിച്ചൊരു കാഴ്ച കാണുന്നു പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ചൊരു കാഴ്ച കാണുന്നു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിര്, വഴി ഇതല്ല റൂട്ട്. ഇന്ന് രാത്രി തലങ്ങും വിലങ്ങും ഉടമന ജഗ സത്തൽക്കമനയ വൈഡം. ഞാൻ ഒരു കാഴ്ച കാണുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ സഭയുടെ മുൻപിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, നമ്മുടെ വീടിൻ്റെ മുൻപിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന അന്ധകാര ശക്തികൾ അധികാരം പ്രാപിച്ച നമ്മുടെ വീടിനെ കടന്നു പോകാൻ അനുവദിക്കാത്ത നിലയിൽ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ, വഴിമാറി പോകുന്നത് പോലെ ഒരു കാഴ്ച ദൈവാത്മാവനെ കാണിക്കുകയാണ്. ഇരുളിന്റെ മേൽ അധികാരം, സാത്താന്റെ മേൽ അധികാരം, മരണത്തിന്റെ മേൽ അധികാരം. അടക മനയ രഗനയ. മരണത്തിന്റെ മേൽ അധികാരം, മരണത്തിന്റെ മേൽ അധികാരം, മരണത്തിന്റെ മേൽ അധികാരം. ജുഡരഗമനഗദൽക്കമനയ ഗൽക്കരാദിയ. ജുഡരഗമനഗദൽക്കമനയ ഓരബൽക്കമനയ ധൂരാജാന വൈഡബൽക്കമനയ ധിരയാനഗക്ഷസ്കിയാം വൈഡരാജഗനയ റീബാലഗശസൽക്കമനയ. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ ദൈവമക്കളായ നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. പ്രകൃതിയുടെ മേൽ പോലും ഒരു അധികാരം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. മരണത്തിന്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. സാത്താന്റെ മേൽ ഒരധികാരം നമുക്കുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് വീണ്ടും കുറെ നേരമായി കാണിക്കുന്നു, ഈ ദേശത്തെ എന്തു നടക്കണം, എന്തു നടക്കരുതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. നമ്മുടെ വീടിനകത്ത് എന്തു നടക്കണം, എന്ത് നടക്കരുത് തീരുമാനിക്കുന്നത് സാത്താനല്ല, നമ്മളാണ്.
നമ്മുടെ തലമുറയിൽ എന്ത് നടക്കണം, നമ്മുടെ സഭയ്ക്ക് എന്ത് നടക്കണം, നമ്മളിൽ എന്തു നടക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മേലുള്ള അധികാരമാണ്. ഇന്ന് രാത്രി വെള്ളിയില്ല, പൊന്നില്ല, യേശുക്രിസ്തു നാമമുണ്ട്. ആ നാമത്തിൽ വിശ്വാസമുണ്ട്. ആ നാമം നൽകിയ അധികാരമുണ്ട്. ആ നാമം നൽകിയ ശക്തി നമുക്കുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ആമേൻ. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിച്ചു വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്ത് പകർന്ന് നൽകി. എന്താണുള്ളത്? പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്. ഒറ്റ വാക്കോടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കാം. ആമേ. അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിറവുള്ള ഒരു കുടുംബത്തെ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ശ്രദ്ധിച്ചോ, വെള്ളിയും പൊന്നുമില്ലെങ്കിലും ഒരു കാര്യം നമുക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമം നമുക്കുണ്ട്. ആ നാമത്തിൽ വിശ്വാസം നമുക്കുണ്ട്. ആ നാമം നൽകിയ അധികാരമുണ്ട്. ആ നാമം നൽകിയ ശക്തിയുണ്ട്. ആ നാമം നൽകിയ പരിശുദ്ധാത്മാവുണ്ട്. ഇനി കേട്ടോ പിതാക്കന്മാർ, കേട്ടോ മാതാക്കൾ, കേട്ടോ കുഞ്ഞുങ്ങൾ, ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കുടുംബമായി എൻ്റെ കുടുംബത്തെ മാറ്റാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 67-ാം വാക്യം. ലൂക്കോസ് വിശേഷം 1:67. മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരപ്പൻ. അമ്മ പറഞ്ഞേ. പിതാക്കന്മാരെ, ഞാൻ ബഹുമാനത്തോടെ പറയുന്നു, അങ്ങൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരപ്പനായി മാറാൻ. ഇനി ഒരു അമ്മയെ ഞാൻ പരിചയപ്പെടുത്താം. 41:41. അടുത്തത് കണ്ടോ, നിറഞ്ഞ ഒരമ്മ. അമ്മയും പറഞ്ഞാട്ടെ. മാതാക്കളെ ആമേൻ പറ. ആമേൻ പറ അങ്ങോട്ട്. അപ്പന്മാരെ ആമേൻ പറ. ദുഡാര ബാല സത്തര ദുഡാല വൈഡൽ അടകൽ കമാന ഹംദൽ കമന. ഞാനെന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരപ്പനായി തീരാൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരമ്മയായി തീരാൻ. ദുരഘടക മനയാധനയ ഹംദരാജാന വൈഡവൽക്കമനയ. ആമേ. വാക്യം 1:15 വേഗത്തിൽ. അടുത്തത്, അടുത്ത വാക്യം. കണ്ടോ, നിറഞ്ഞ ഒരു തലമുറ. ആമേൻ പറ. പ്രിയപ്പെട്ട, നമ്മൾ 24 മണി പോക്കറ്റ് നിറയാൻ അത് തന്നെ ആഗ്രഹിക്കാതെ തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചേ, ഞാൻ നിറഞ്ഞ ഒരപ്പനായി, നിറഞ്ഞ ഒരമ്മയായി, നിറഞ്ഞൊരു തലമുറയായി ഞാൻ ഇങ്ങനെ പറയുന്നു, ആത്മാവ് നിറഞ്ഞൊരു കുടുംബം. നിങ്ങൾക്കറിയാമോ, ഈ 3 പേരും പ്രവചിച്ചു. അപ്പൻ പ്രവചിച്ചു, അമ്മ പ്രവചിച്ചു, തലമുറ പ്രവചിച്ചു. ഇന്ന് രാത്രി അങ്ങനെ ഒരു നിറവുള്ളൊരു കുടുംബമായി മാറാൻ എത്ര പേരാഗ്രഹിക്കുന്നു? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. റബലഗദന രഗാധനാദന ഹംദൽക്കമന. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നുണ്ടാകാം. നാളുകൾ കാത്തിരിഞ്ഞിട്ടും ലഭിക്കാതെ ഭാരപ്പെടുന്നുണ്ടാകാം. ഒരിക്കൽ നിങ്ങൾ ക്ഷീണിക്കരുത് കേട്ടോ. ഒരിക്കൽ നിങ്ങൾ തളർന്നു പോകരുത്. ഒരിക്കൽ നിങ്ങൾ മടുത്തു പോകരുത്. ഇന്ന് രാത്രിക്കാർ ധൈര്യം പ്രാപിക്ക്. വെള്ളിയില്ല, പൊന്നില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കാനുണ്ടെങ്കിലും യേശുക്രിസ്തു എന്നൊരു നാമം എനിക്കുണ്ട്. ആ നാമത്തിൽ വിശ്വാസം എനിക്കുണ്ട്. ആ നാമം നൽകിയ അധികാരം എനിക്കുണ്ട്. ആ നാമം നൽകിയ ശക്തി എനിക്കുണ്ട്. ആ നാമത്തിൽ ലഭ്യമായ പരിശുദ്ധാത്മാവ് നിറവ് എനിക്കുണ്ട്. ഇന്ന് രാത്രി ആ ദൈവം നമ്മെ മാനിപ്പാൻ ദൈവ
സർവശക്തനാണ്. ഹരഗതന ജഗന വൈഡവൽക്കമനയ ഹംദരാജാന വൈഡവൽക്കമന. കരമടിച്ച് 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 അതിരങ്ങളെ തുറന്ന് ആ ദൈവത്തിന്റെ നിറഞ്ഞ മനസ്സോടുകൂടി ഒന്ന് ആരാധിക്കുക. ഓരാ ബല ഹത്തരാധിയാല ശാമാന വൈഡവൽക്കമനയ ഓരാ ജഗന രഗദ 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 ധിരഗ രഗന മനയ രഗദ ജാന വൈഡ ദുരഗ രഗദ രഗദ സ്വന്ത രാജ വൈഡൽ കമന. മഞ്ഞുരുകി മാറുന്നത് പോലെ ചില ഭാരങ്ങൾ ഇന്ന് രാത്രി മായ്ച്ചു കളയുന്നത് ആത്മാവനെ കാണിക്കുകയാണ്. അടയാ മനാരകതൽ കമനയ. ഇന്ന് രാത്രിയിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ആ ദൈവപ്രവൃത്തി ആത്മാവിൽ കണ്ട് കരമടിച്ച് 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 ഓ റബൽ കമാനഗസി അംദൽ കമാന വൈഡൽ കമാന